എന്താ കളിക്കരുത് നിനക്ക് എന്നാത്തിന്റെ കളിയാണ് രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല എല്ലാം കുറവാക്കി. അയ്യേ അവന്റെ ഒരു ഉറക്കം ഒന്ന് പോടാ. തെണ്ടി മുടി വെട്ടിയാലേ കുടിക്കോ. ഒരു കാര്യം ചെയ്യാം, എന്റെ കൂടി ഇപ്പൊ തന്നെ കേട്ടോ. എന്താ ഇത് ചന്തേ? ആ, ഇന്ന് മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു പുതിയ ടീച്ചറാണ്. സ്നേഹ ടീച്ചർ സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി. എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ്. ആ, എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. സ്വഭാവം മാറ്റിയ സാറ് നന്നായി. എന്തുമാ? നീ വല്ലതും പറഞ്ഞാ? ഞാനൊന്നും പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. സെയിം തല തന്റെ മോനാണോ? പിള്ളേരോടൊരു കാര്യം പറയാം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. നിങ്ങൾ 5 പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ഉത്തരവ്. ഇങ്ങനൊരു പണിയോടോ നീ പുതിയത് എവിടെ നിന്നായിരുന്നല്ലോ എന്തെങ്കിലാണാവോ? എന്താണ് എന്താ നീ ചിരിക്കണേ? എടാ പുതിയൊരു ഐറ്റം വരണ്ടാ. Good morning. Sit down. നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനി, നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാണ്. എന്താ പേര്? എൻ്റെ പേര് വൈശാഖ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ടാ പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വഴിയെ പരിചയപ്പെടാം. സിറ്റ് ഡൗൺ. മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ? ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ. അല്ല സോറി, വൈശാഖ്. നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട 4 പേര്? ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. മക്കളെ ആചാരവെടികൾ പൊട്ടിച്ചു. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല. എന്നാലും ഈ പ്രാന്തരം പിടിച്ചതിനെ ടീച്ചർ ലീഡറാക്കിയെന്ന് എനിക്ക് സംശയം. എടാ, ഞാനാണ് ക്ലാസ്സിൽ ഏറ്റവും വലിയ മിടുക്കെന്നുള്ള കാര്യം ചിലപ്പോൾ ടീച്ചർക്ക് പ്രിൻസിപ്പാൾ കൊടുത്ത ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും. വലിയ മിടുക്കൻ. ഇതിനും ഭേദം നമ്മുടെ സ്നേഹ ടീച്ചർ ആയിരുന്നില്ലേ? ടീച്ചർ കുറച്ച് സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നു. വിഷ്ണുന്റെ കാര്യം എന്തായി? എടാ അത് അവള് ഭയങ്കര ടെൻഷനില്ല. സോ ആലോചിച്ചിട്ട് നാളെ പറയാന്നാ പറഞ്ഞു. നാളെ ഇനി ആലോചിക്കണ്ടാ, എങ്ങനെ കണ്ടുപിടിക്കാൻ എനിക്കറിയാം. ഓ ഇതിപ്പോ എങ്ങാനും തീരുമോ മോനെ? അമ്മയ്ക്ക് പരസ്പരം ഒന്ന് കാണാനാ. ഇനിയും പരസ്പരം കാണണമെന്നോ? പരസ്പരം ഒന്നും കണ്ടതിന്റെ മുതലാ ഈ ഇരിക്കുന്നത്. ക്രിക്കറ്റ് കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ തീർന്നോടാ. ഇതെന്താ ഗുസ്തിയോ? ഗുസ്തിയല്ല, ബോക്സിംഗ്. ഏത് സിംഗായാലും കൊള്ളാം. ഇതൊക്കെ കണ്ട് പഠിച്ചേച്ച് നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് നിന്ന് കയറാനാണോ? നിങ്ങളുടെ നെഞ്ചത്ത് കയറാതെ നോക്കിക്കോ മനുഷ്യ. ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ. 10ാം ക്ലാസ് പരീക്ഷ സമയത്തും താങ്കൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? താങ്കളോ? ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ. മാത്രല്ല പരീക്ഷ ജയിച്ച് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ. പിന്നെന്താ
നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ. നിങ്ങൾ അവരോട് സംസാരിച്ച് വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കില്ലേ മനുഷ്യ. എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ്. ഇമാതിരിയുള്ള നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം. നിങ്ങളെ കൊണ്ട് തോറ്റു മനുഷ്യ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കുഴപ്പ. അതാ നല്ലത്. പോ. എന്റെ പാലം തകർന്നെന്നാ തോന്നുന്നു. എന്തുവാടേ ഇന്നലെ ബോക്സിംഗ് തരിപ്പ് അറിയില്ല. അപ്പൊ അർത്ഥം തന്നപ്പടി ഞാൻ അവർക്ക് കൊടുത്ത്. നിന്റെ തന്നപ്പടിക്ക് 2 കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചതാ. അതിപ്പോ നീ കൊടുത്തു. ഞാൻ അതും പറഞ്ഞ് ഞങ്ങളുടെ മെക്കിട്ട് കയറണോട്ടാ. ടീച്ചറെ മഞ്ജുവിടെ തലകറി വിടും. ടീച്ചർ ഒന്നോ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറ. എനിക്ക് ക്ലാസ് ഉണ്ട്. ടീച്ചർ എന്താ ഈ പറയുന്നത്? നമ്മുടെ മഞ്ജുവിടെ തലകറങ്ങി വീണു. എവിടെ? ടീച്ചർ ഒന്ന് വാ. എന്ത് പറ്റുന്നാവോ? മഞ്ജു പിടിച്ചേ. ഞാനൊരു കാര്യം പറയട്ടെ. വിഷ്ണു പറഞ്ഞൊരു ടീച്ചർ അത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇപ്പഴേ ടീച്ചറെ കുറിച്ച് കൊടുക്കണ്ട. എടാ അതല്ല, ആ കൊച്ചു തലകറങ്ങി വീണപ്പോ ആകെ രക്ഷിക്കാൻ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനം. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. 1976 വയലാർ അവാർഡ് ഏത് കൃതിക്കാണ് ലഭിച്ചത്? വൈശാഖ്. അഗ്നിസാക്ഷി. എനിക്ക് ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തവര് ക്ലാസ് കഴിയുമ്പോൾ പുറത്തുനിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗെറ്റ് ഔട്ട്. സോറി. 40 വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. എടാ എന്നാലും കുഞ്ഞൻ ശവമേ പോടക്ക. കൊല്ലം ജില്ലയിലെ കുന്നൂരാണ് ജനിച്ചത്. അതിലൂടെ കൊടുങ്കാട്ടിൽ നിന്ന് മൂടുപടത്തിൽ അഗ്നിപുഷ്പങ്ങൾ, സീത മുതൽ സത്യവതി വരെ. ഇതൊക്കെയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റു കൃതികൾ. ടീച്ചർ ഒറ്റ മിനിറ്റ്. അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കോ? സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നത്. ടീച്ചറെ തല്ലിപ്പള്ളികൾ നേരെയൊക്കെ നോക്കുവാണോ? അതിനിടയിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചർ ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവം കുട്ടികളാ. പാവം കുട്ടികൾ. ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതൽ എടുക്കുമ്പോ അറിയാൻ പറ്റും. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ. അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. അവന്മാരിൽ 5 പേരിൽ ഒരാളായി. അതെനിക്കറിയാം. സംശയമില്ല. ഇന്നെന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. പോലീസൊന്നും വേണ്ടോ? ഇതുപോലുള്ളവന്മാരെ ഞാൻ കുറെ കണ്ടതാണ്. കേരളത്തിലിപ്പോ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുത. ഇത് സംസ്കൃതത്തിൽ നിന്നും പിൽക്കാലത്ത് റോണി സാർ സാറേ
സാറേ ഇന്നും ആരോ എൻ്റെ വണ്ടിയുടെ പ്ലഗ് കഴിച്ചെടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യമായി. ഒന്ന് ചോദിച്ചോട്ടെ. സംസാരിച്ചു. എൻ്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയെടുത്ത് ആരായാലും സത്യം പറഞ്ഞ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. വേഗം പറ. സാർ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇവന്മാരോട് നേരാൻ വണ്ണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. നമുക്ക് ഇവന്മാരുടെ ബാഗ് പരിശോധിക്കണോ? അങ്ങോട്ട് വെക്കണ കൈ എന്താണിത്? കൊണ്ടുപോടാ. നിനക്കെന്താടാ ഒരു ഉള്ളി എന്നൊക്കെ ഉടേണ്ട കൈ കൊണ്ടുപോടാ. കൊണ്ടുപോടാ. നോക്ക് നോക്ക്, എന്റെ അടിയിലും കൂടി നോക്ക്. അപ്പുറത്താൻ ചോട്ടാ. ഒരാളുണ്ട് അപ്പുറത്തോ. ആ ഇപ്പൊ ചേട്ടാ പേനല്ല ഗ്യാപ്പുള്ളൂ. കിട്ടിയാ നേരെയൊക്കെ നോക്കട്ടാ. ഇതില് ഇങ്ങോട്ട് കൊണ്ടുപോടാ. കൈ അങ്ങോട്ട് മാറ്റി വെക്കാം. ശരിക്കും നോക്കണോ? സാറേ ഇത് കണ്ട? നിന്നോട് മലയാളത്തിലല്ല ഞാൻ ചോദിച്ചേ. ഏതേക്കടാ? ബാക്കി പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി സംസാരിക്കാം. സാറേ ഞാനവന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് അവനല്ല. അതെങ്ങനെ ശരിയാവണ? സാറ് മിൽട്ടൺ ഒന്നുമല്ല, പ്ലഗ് വെച്ചത് ഞാനാണ്. അയ്യോ തള്ളല്ലേ സാർ, അവന്റെ ബാഗിൽ ഞാനാ വെച്ചത്. ഇതെന്നതാടാ ലഘൂര്യന്മാരുടെ സംസ്ഥാന സമ്മേളനം? സാറേ ഇവന്മാരൊക്കെ ചുമ്മാ കള്ളം പറയണതാ. വൈശാന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് ഞാനാ. ഒരു കാര്യം ചെയ്യ്, 5 പേരും കൂടെ ചെല്ല്. വാടാ. നടക്കടാ അങ്ങോട്ട് ലഘൂര്യന്മാരെ. കണ്ട, നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്കാരമില്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊണ്ട് സ്വന്തം രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന രാജാവാണ് ഹരിശ്ചന്ദ്ര. കണ്ണീരോടെയാണ് മോഹൻദാസ് എന്ന ആ ബാലൻ അന്ന് രാത്രി ആ നാടകം കണ്ടത്. രാജാ ഹരിശ്ചന്ദ്രയെ പോലെ സത്യത്തിന്റെ പാതയിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും താനും തയ്യാറാവില്ല എന്ന് ആ കുട്ടി അന്ന് തീരുമാനിച്ചു. ഗാന്ധിജിയായിരുന്നു മോഹൻദാസ് എന്ന ആ ബാലൻ. എങ്ങോട്ട് സാറേ ഇപ്പോ? നിങ്ങൾ ആരും ഒന്ന് ക്ലാസ്സിലിരിക്കണ്ട. നിങ്ങളെ പാരന്റ്സ് നാളെ വരുമ്പോൾ TC ഞാൻ അവരെ കൊടുത്തേക്കാം. എക്സ്ക്യൂസ് മീ സർ. യെസ്. ശ്രുതിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രുതി പറയൂ. റോണി സാറ് പറഞ്ഞിട്ടാണ് കുഞ്ഞിന്റെ ബാഗിൽ ഞാൻ ആ പ്ലഗ് വെച്ചത്. പുറത്താരോടെങ്കിലും പറഞ്ഞ എന്നെ തോപ്പിച്ചാടെന്ന് റോണി സാറ് പറഞ്ഞു. ശരി, നിങ്ങളെല്ലാം ക്ലാസ്സിൽ പോയിക്കോളൂ. ക്ലാസ്സിൽ പോയിക്കോളൂ. താൻ ആദ്യം പോടും. പോലെ ഉണ്ട്. റോണി അവിടെ നിൽക്കും. താനെന്ത് പൂക്കൃത്തരോടോ കാണിക്കുന്നത്? ഒരു അധ്യാപകനെന്ന് പറയാൻ തനിക്ക് നാണല്ലേ? അധ്യാപകൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ഇരിക്കേണ്ടവൻ. ഒരു പാവം വിദ്യാർത്ഥിയെ കള്ളനായി മുദ്ര കുത്തിയിട്ടേ തനിക്ക് എന്ത് കിട്ടാനുണ്ടോ? ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ സ്ഥാനം സ്കൂളിന് പുറത്തായിരിക്കും. മനസ്സിലായോ? Get out from me. Hey, now, no, take this. Get off. ഇഷ്ടപ്പെട്ടോ? അപ്പൊ ശരി ടീച്ചർ, കാണാം. എന്താ എല്ലാരും കൂടെ? ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ടീച്ചറിൻ്റെ അടുത്തൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു ടീച്ചർ. താങ്ക്സ് പറയാൻ വേണ്ടി നിങ്ങളല്ല, ഈ സ്കൂളിലെ ഏതൊരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ വരണേ, അല്ലാണ്ട് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാനല്ല. അതൊന്നും കാണാൻ ഇവിടെ ആർക്കും സമയവുമില്ല. മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മാത്രം പുറകിലായിപ്പോ. കഴിഞ്ഞ
കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി നിങ്ങളുടെ സെക്കൻഡ് ചാൻസാ. ഓക്കെ? താങ്ക് യു.